വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് തിരുസഭ മാതാവ് അൽഫോൻസാമയുടെ തിരുനാളായിട്ട് ആചരിക്കുകയാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്കറിയാം, യേശുവിന്റെ പീഡാനുഭവോത്ഥാന മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തെ നാം നോക്കിക്കാണുന്നത്. ഒരു വിത്തിനെ കുറിച്ചും അത് വന്നു വീഴുന്ന നിലത്തെ പറ്റിയുമുള്ള ധ്യാന ചിന്തകളാണ് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നിലത്ത് വീണ് അഴിഞ്ഞ് 100 പേരിൽ ഫലം പുറപ്പെടുവിക്കണമെന്നുള്ള ആഹ്വാനമാണ് ഇന്നത്തെ ഈ സുവിശേഷം. നമുക്കറിയാം, വിത്ത് എന്നത് വളരെ ചെറുതും നിസ്സാരവും എന്നൊക്കെ തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിൽ വലിയൊരു ജീവന്റെ കലവറ അത് ഉൾക്കൊള്ളുന്നു. അനേകം തലമുറകളിലേക്ക് നീളുന്ന ജീവനെ അത് തന്റെ ഉള്ളിൽ ആവാഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിലത്ത് വീണ വിത്തിന്റെ അഴിയപ്പെടലിനപ്പുറം കൊയ്ത്തിന്റെ വലിയൊരു ഉത്സവാരവം കാതോർത്താൻ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കും. അതനേകം മനുഷ്യജന്മങ്ങളുടെ പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും ഒക്കെ ഉണർത്തുപാട്ടാണ് ആ ആരവം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സുവിശേഷ ഭാഗം വളരെ വ്യക്തമായി പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. ഗോതമ്പ് മണിയെ സംബന്ധിച്ച് ഒരു കർഷകന്റെ കളപ്പുരയിൽ എന്നേക്കുമായി ഒതുങ്ങിക്കൂടാനുള്ളതല്ല, മറിച്ച് അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്നത് വിശക്കുന്നവന് ആഹാരമായിട്ട് അന്നമായി മാറാനും അവന് സമൃദ്ധമായിട്ട് ജീവൻ നൽകുവാനും ആണ് എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതിനെന്താണ് വേണ്ടത്? അതിന് നിലത്ത് വീഴണം, അത് അഴിയപ്പെടണം. തീർച്ചയായിട്ടും നിലത്ത് വീഴുമ്പോഴും അഴിയപ്പെടുമ്പോഴും മുറിവുകളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു ഗോതമ്പ് മണിയുടെ വിടിയിലേക്കാണ് ദൈവം നമ്മെ ഏവരെയും വിളിച്ചിരിക്കുന്നത്. അഴിയപ്പെടാനും മുറിയപ്പെടാനും അതുവഴി അനേകർക്ക്, വിശക്കുന്ന മനുഷ്യന് ജീവനായി മാറാനുള്ള വലിയൊരു ദൗത്യത്തിലേക്കാണ് ദൈവം ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. അഴിയപ്പെടാനും വീഴുവാനും തയ്യാറാവാത്ത മനോഭാവങ്ങളൊക്കെയും സ്വാർത്ഥതയുടെ ലക്ഷണങ്ങളായി കണക്കാക്കാവുന്നതാണ്. അവനിലേക്ക്, എന്റെ സഹോദരനിലേക്ക് അലിഞ്ഞില്ലാതെയായി അവന്റെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ജീവനായി മാറാനുള്ള വലിയ വിളിയാണ് നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാം. അതിന് തയ്യാറാവാത്ത മനോഭാവങ്ങൾ അഴിയാതെ അതേപടിയിരിക്കുന്ന ഗോതമ്പ് മണിക്ക് സദൃശ്യമാണ്. നമുക്കറിയാം, ഇന്ന് ലോക ചരിത്രത്തിൽ അഴിയപ്പെടാനും മുറിവുകൾ ഏറ്റെടുക്കുവാനും തയ്യാറാവാത്തവരുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ ആരൊക്കെ മുറിയപ്പെടാനും ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനും സ്വന്തം ജീവിതത്തിൽ വേദനകൾ ഏറ്റെടുക്കുവാനും തയ്യാറായോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ തിരുസഭ ആചരിക്കുമ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗം ഏറെ അർത്ഥവത്തായി അനുഭവപ്പെടുകയാണ്. നിലത്ത് വീണ് അഴിഞ്ഞ് ഏറെ ഫലം പുറപ്പെടുവിച്ച ജീവിതമായിരുന്നു അൽഫോൻസാമയുടെ. 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ പ്രതി തന്റെ ജീവനും സൗന്ദര്യവും യൗവനവും വേണ്ടെന്ന് വെച്ച വലിയൊരു വിശുദ്ധ ഇന്ന് ലോകം മുഴുവനും മാതൃകയായി നിലകൊള്ളുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ജീവിത മാതൃക ഉൾക്കൊള്ളുവാൻ അൽഫോൻസാമയുടെ ജീവിതം നമ്മെ ഏവരെയും ക്ഷണിക്കുകയാണ്.
സഹനത്തിൽ ഒതുങ്ങുന്നതല്ല ജീവിതം, മറിച്ച് സഹനത്തെ പുണ്യമാക്കി രൂപാന്തരപ്പെടുത്തുന്നിടത്താണ് ജീവിതത്തിന് അർത്ഥം കൈവരുന്നത് എന്നാണ് ഈ വിശുദ്ധ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന സന്ദേശം. ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതത്തില് അവരുടേതായിട്ടുള്ള ജീവിതത്തിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ട് ആ സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്തി ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ രക്ഷാകരമായിട്ട് മാറുന്നത്. നമ്മൾ വിത്തിനെ പറ്റി ധ്യാനിക്കുന്നതോടൊപ്പം തന്നെ നിലത്തെ പറ്റിയുള്ള ധ്യാന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. നിലം എന്നത് ഒരുപക്ഷെ ഒരുവൻ ജീവിക്കുന്ന വന്നു വീഴുന്ന സാഹചര്യങ്ങളാണ്. ആ വിത്തിനെ സംബന്ധിച്ച് അത് വന്നു വീണ നിലം ഫലപുഷ്ടിയുള്ള നല്ല നിലമായതുകൊണ്ടാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് 4 തരം നിലങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം, ഒന്നാമതായിട്ട് വഴിയരികിൽ വീണ വിത്തിനെ പറ്റിയാണ് വഴിയരികിൽ, രണ്ടാമതായിട്ട് മുൾച്ചെടികൾക്കിടയിൽ, മൂന്നാമതായിട്ട് പാറപ്പുറത്ത്, നാലാമതായിട്ട് നമ്മൾ കാണുന്നു നല്ല നിലത്ത് വീണ വിത്താണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബങ്ങളാകാം നമ്മുടെ നിലങ്ങൾ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജോലി മേഖലകളും നമ്മൾ കടന്നു പോകുന്ന മേഖലകളൊക്കെ ആയിരിക്കും നമ്മുടെ നിലങ്ങൾ. എന്നാൽ ആ നിലങ്ങളെ വിശുദ്ധമായിട്ട് നല്ല നിലങ്ങളാക്കി ഒരുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ നല്ല കുടുംബങ്ങളായാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ. ക്രിസ്തുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ തിരുക്കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. അവിടെ യൗസേപ്പും മാതാവുമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നല്ല കുടുംബങ്ങളായിട്ട് ഒരുങ്ങുവാൻ, നല്ല നിലങ്ങളായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ ഒരുക്കാം. അതോടൊപ്പം തന്നെ ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നത് പോലെ നല്ല ഗോതമ്പ് മണികളായി തീരുവാനും, നിലത്ത് വീഴുവാനും, അഴിയപ്പെടാനും, മുറിയപ്പെടാനും, അതുവഴി അനേകർക്ക് സമൃദ്ധമായ ജീവൻ നൽകുവാനുള്ള വലിയ ഉപകരണങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റാം. അതിന് ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ യാചിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.